ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. 9th ഡിസംബർ 2020 ട്രേഡിംഗ് സെഷൻ നോക്കിയാലും അതിനു മുൻപുള്ള 8 ഡിസംബർ 2020 ട്രേഡിംഗ് സെഷൻ നോക്കിയാലും റിലയൻസ് എന്ന സ്റ്റോക്കിൽ ഒരു മൊമെൻറ്റം വന്നു തുടങ്ങിയതായി നമ്മൾക്ക് മനസ്സിലാകും. അതായത് ഈ സ്റ്റോക്കിൽ ചില പോസിറ്റീവ് ന്യൂസുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റോക്കിൽ നല്ല ഒരു മൊമെൻറ്റവും കാണാം. ഈ അവസരത്തിൽ സ്റ്റോക്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനുള്ള ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഉണ്ടോ, അതുകൂടാതെ തന്നെ സ്റ്റോക്കിലെ പ്രധാനപ്പെട്ട ലെവൽസുകൾ ഏതൊക്കെയാണ്, സ്റ്റോക്കിൻ്റെ ടാർഗറ്റുകൾ ഏതൊക്കെയാണ് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി അനാലിസിസ് ചെയ്യുന്നത്. നമ്മൾക്കെല്ലാവർക്കും അറിയാം, നിഫ്റ്റി 50യിൽ ഏറ്റവും വെയിറ്റേജ് ഉള്ള സ്റ്റോക്കും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയുമായ റിലയൻസ്, നിഫ്റ്റി അതിൻ്റെ ഓൾ ടൈം ഹൈ വാല്യൂവിൽ നിൽക്കുമ്പോൾ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിഗണിക്കുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. റിലയൻസിൻ്റെ വൺ ഡേ ചാർട്ട് അനാലിസിസ് നോക്കുകയാണെങ്കിൽ 2020 സെപ്റ്റംബർ മാസത്തിൻ്റെ മിഡിലിൽ ഈ സ്റ്റോക്ക് ഏകദേശം 2350 രൂപ റേഞ്ച് എന്ന് പറയുന്ന സ്റ്റോക്കിൻ്റെ ഓൾ ടൈം ഹൈയിലെത്തിയിരുന്നു. അതിനുശേഷം സ്റ്റോക്കിൽ നമ്മൾക്ക് നല്ലൊരു കൺസോൾട്ടേഷനും അതോടൊപ്പം തന്നെ കൂൾ ഡൗണും ആണ് കാണാൻ സാധിച്ചത്. അതുവരെ ഏകദേശം 20 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിൽ സപ്പോർട്ട് എടുത്തുകൊണ്ടിരുന്ന സ്റ്റോക്ക് ശേഷം കൂൾ ഡൗൺ ആയി അതിൻ്റെ 100 ഡേ അതുപോലെ തന്നെ 50 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിന് താഴെ വന്നു. ശേഷം നമ്മൾക്ക് സ്റ്റോക്ക് അതിൻ്റെ 200 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിൽ നിന്നും സപ്പോർട്ട് എടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത്. അതായത് 2350 രൂപ റേഞ്ചിൽ നിന്നും ഈ സ്റ്റോക്ക് ഏകദേശം 1850 രൂപ റേഞ്ചിലേക്ക് എത്തി. ഈ 1850 രൂപ റേഞ്ച് നമ്മൾ മുൻപ് പല വീഡിയോകളിലും ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഏകദേശം 1850 മുതൽ 2000 രൂപ വരെയുള്ള റേഞ്ച് ഈ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുന്നവർക്ക്, അതായത് ലോങ് ടൈം പൊസിഷൻ എടുക്കുന്നവർക്ക് ഉള്ളൊരു ബെസ്റ്റ് ബൈയിങ് റേഞ്ച് ആണ്. കാരണം ഈ സ്റ്റോക്കിൽ നമ്മൾ കണ്ടതാണ്, ന്യൂസ് ബേസ്ഡ് മൊമെൻറ്റം ഈ സ്റ്റോക്കിൽ മിക്കപ്പോഴും വരാനുണ്ട്, അതുപോലെ തന്നെ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ലാസ്റ്റ് 2 ന്യൂസ് ബേസ്ഡ് മൊമെൻറ്റം നമ്മൾ കണ്ടത്, ഒന്ന് സൗദി അരാംകോയുമായിട്ടുള്ള ചർച്ചകൾ പുനരാരംഭിച്ചപ്പോൾ നമ്മൾ ഒരു ന്യൂസ് ബേസ്ഡ് മൊമെൻറ്റം കണ്ടതാണ്. അന്ന് അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തു. ആ മൊമെൻറ്റം സ്റ്റോക്ക് അതിൻ്റെ 50 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിൽ എത്തിയപ്പോൾ സ്റ്റോപ്പ് ആവുകയും ചെയ്തു. അവിടെ നിന്നും വീണ്ടും കൺസോൾട്ടേഷനാണ് കണ്ടത്. രണ്ടാമത്തെ മൊമെൻറ്റം വന്നത് ഈ സ്റ്റോക്കിൽ CCI, അതായത് കോമ്പറ്റീഷൻ കൺട്രോളർ ഓഫ് ഇന്ത്യ, ആമസോണിൻ്റെയും റിലയൻസിൻ്റെയും കേസിൽ റിലയൻസ് ഫ്യൂച്ചർ ഗ്രൂപ്പിനെ അക്വയർ ചെയ്യുന്നതിന് അനുകൂലമായൊരു വിധി CCIയുടെ സൈഡിൽ നിന്നും വന്നു. അപ്പോഴും ഈ സ്റ്റോക്കിൽ ഒരു മൊമെൻറ്റം കണ്ടതാണ്. പക്ഷേ ആ മൊമെൻറ്റവും സസ്റ്റെയിൻ ചെയ്തില്ല. ഇപ്പോൾ മൂന്നാമത് സ്റ്റോക്കിൽ ഒരു മൊമെൻറ്റം വന്നിരിക്കുന്നത് ഇപ്പോഴാണ്. ഇപ്പോൾ പ്രധാനമായും റിലയൻസിൻ്റെ മേജറായിട്ടുള്ള എല്ലാ സെക്ടറുകളെയും സംബന്ധിച്ചുള്ള ഒരു പോസിറ്റീവ് ന്യൂസ് വന്നിട്ടുണ്ട്. അതുമൂലം ഈ സ്റ്റോക്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ലാസ്റ്റ് 3 ട്രേഡിംഗ് സെഷൻ നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൽ നല്ല ഒരു പോസിറ്റീവ് മൊമെൻറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ മൊമെൻറ്റം എത്രത്തോളം നിൽക്കും എന്ന് നമ്മൾക്ക് അനാലിസിസ് ചെയ്യുന്നതിന് മുൻപേ റിലയൻസിൻ്റെ പ്രധാനപ്പെട്ട 3 സെക്ടറായ, ഒന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാം ഡിജിറ്റൽ സെക്ടറായിട്ടുള്ള ജിയോ, രണ്ടാമത്തെ സെക്ടർ അതിൻ്റെ കൺവെൻഷണൽ അതുപോലെ തന്നെ ക്യാഷ് കൗ സെക്ടറായിട്ടുള്ള O2C സെക്ടർ അഥവാ ഓയിൽ ടു കെമിക്കൽ സെക്ടർ, മൂന്നാമത്തെ സെക്ടർ റിലയൻസിൻ്റെ റീറ്റെയിൽ സെക്ടർ. ഈ 3 സെക്ടറിലും പോസിറ്റീവായിട്ടുള്ള ചില ന്യൂസുകൾ വന്നിട്ടുണ്ട്. നമ്മൾക്ക് ആദ്യം ആ ന്യൂസുകൾ ഏതൊക്കെയാണെന്ന് കവർ ചെയ്യാം. നമുക്കെല്ലാവർക്കും അറിയാം, റിലയൻസ് ഇൻഡസ്ട്രിയുടെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ റിലയൻസിൻ്റെ ഓയിൽ ടു കെമിക്കൽ സെക്ടറാണ്. ഓയിൽ ടു കെമിക്കൽ സെക്ടറിൽ നിന്നാണ് അവർ ഫർദറായിട്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം സെക്ടറായിട്ടുള്ള ജിയോ പോലുള്ള സെക്ടറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തത്. അപ്പോൾ ഓയിൽ ടു കെമിക്കൽ സെക്ടറിനെ സംബന്ധിച്ചുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് വന്നിരിക്കുന്നത്, ഓയിൽ ടു കെമിക്കൽ സെക്ടറിലെ ഒരു പ്രധാനപ്പെട്ട ബൈ പ്രോഡക്റ്റായ നാച്ചുറൽ ഗ്യാസിൻ്റെ മാർക്കറ്റ് പ്രൈസ് തീരുമാനിക്കുന്നതിന് റിലയൻസിന് ഗവൺമെൻറ് ഏജൻസികളുടേതോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ അപ്രൂവലിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. അതായത് ഇത് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസാണ്. ഇതിനെ സംബന്ധിച്ചുള്ള നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് വീക്കിൽ മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് പുറത്തിറക്കിയിരുന്നു. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ റിലയൻസ് പോലെ മറ്റ് പ്രധാനപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ PSU സെക്ടറായിട്ടുള്ള ONGC, ബ്രിട്ടീഷ് പെട്രോളിയം തുടങ്ങിയ കമ്പനികളും ഗ്യാസ് എക്സ്പ്ലോറേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു കോമൺ ഫോർമുല നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ എക്സ്പ്ലോർ ചെയ്യുന്ന ഗ്യാസിൻ്റെ പ്രൈസ് തീരുമാനിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, അതിനൊരു പർട്ടിക്കുലർ പ്രൈസിംഗ് ഫോർമുലയുണ്ട്. ആ പ്രൈസിംഗ് ഫോർമുല ബേസ് ചെയ്ത് ഈ കമ്പനികൾ അവരുടെ ബ്ലോക്കുകൾ, അതായത് ഗ്യാസ് പ്രൊഡ്യൂസിംഗ് ബ്ലോക്കുകൾ ഓപ്ഷനിൽ വയ്ക്കുകയും ഓപ്ഷനിൽ വയ്ക്കുമ്പോൾ യൂസേഴ്സ്, അതായത് ഇതിലുള്ള മിഡിൽ കമ്പനികൾ അത് വന്ന് പർച്ചേസ്
ചെയ്യുകയും ഈ കമ്പനികൾക്ക് ഡയറക്റ്റ് ക്യാഷ് പേ ചെയ്യുകയും ഫർദർ ഈ ഗ്യാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതുമാണ് എൻറ്റയർ പ്രോസസ്സ്. ഈ ഓപ്ഷനിൽ വെക്കുന്നിടത്ത് ഇപ്പോൾ പുതിയ ഒരു ബിഡിംഗ് സംവിധാനം തുടങ്ങിയിട്ടുണ്ട്. ഈ ബിഡിംഗ് സംവിധാനം അനുസരിച്ച് ഗവൺമെൻറ് ഇതിൻ്റെ ബിഡിങ്ങിന് വേണ്ടി 5 ഏജൻസികളെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ SBI ക്യാപിറ്റൽ മാർക്കറ്റ്സ് ഉണ്ട്, M ജംഗ്ഷൻ സർവീസ് ഉണ്ട്, റൈറ്റ്സ് ഉണ്ട്, MSTC ഉണ്ട്, അതുപോലെ തന്നെ ക്രിസിൽ റിസ്ക് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സൊല്യൂഷൻ ലിമിറ്റഡ് എന്നീ കമ്പനികളുണ്ട്. ഈ കമ്പനികൾ ഗവൺമെൻറ്റിൻ്റെ ബിഹാഫിൽ അതായത് ഗവൺമെൻറ്റിന് വേണ്ടി വിവിധ ബിഡിന് പങ്കെടുക്കുന്ന യൂസേഴ്സിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ബിഡ് പാരാമീറ്റേഴ്സ്, ടെൻഡർ ഫീ തുടങ്ങിയ കാര്യങ്ങൾ അനലൈസ് ചെയ്ത് ഇവരെ അതായത് പ്രൊഡ്യൂസിങ് കമ്പനികളായിട്ടുള്ള റിലയൻസിനെയും ONGCയെയും ഒക്കെ സഹായിക്കും. ഈ രീതിയിലുള്ള ഒരു ബിഡിംഗ് സംവിധാനമാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഈ എൻറ്റയർ ബിഡിംഗ് സംവിധാനം മൂലം എൻറ്റയർ സിസ്റ്റം ഒരു ഹസിൽ ഫ്രീ ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിലൊരു ആക്ഷൻസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് വളരെ ഫാസ്റ്റായിട്ട് നടക്കാനും ഉള്ളൊരു സാധ്യതയുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ റിലയൻസിനെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ ഗ്യാസ് പ്രൊഡ്യൂസിങ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളവും ഏകദേശം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. ഇതുകൂടാതെ റിലയൻസിൻ്റെ കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏകദേശം 5 മില്യൺ സ്റ്റാൻഡേർഡ് ഓഫ് ക്യൂബിക് മീറ്റർ പെർ ഡേ എന്ന രീതിയിലാണ് റിലയൻസ് ഗ്യാസ് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇത് ഇന്ത്യയുടെ ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഹയറാണ്. അതായത് ഈ സെക്ടറിൽ ഒരു പ്രധാനപ്പെട്ട എക്സ്പ്ലോററാണ് റിലയൻസ്. അപ്പോൾ റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ന്യൂസ് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ്. ഇനി നമ്മൾക്ക് രണ്ടാമത്തെ ന്യൂസിലേക്ക് പോകാം. രണ്ടാമത്തെ ന്യൂസ് റിലയൻസിൻ്റെ റീറ്റെയിൽ സെക്ടറിനെ സംബന്ധിച്ചുള്ളതാണ്. അതായത് റിലയൻസിൻ്റെ റീറ്റെയിൽ സെക്ടറിൽ 2020 ഫിനാൻഷ്യൽ ഇയർ മുതൽ 2025 ഫിനാൻഷ്യൽ ഇയർ വരെ റീറ്റെയിൽ സെക്ടറിൻ്റെ റവന്യൂ 2 ഇരട്ടി മുതൽ 2.5 ഇരട്ടി വരെ വർദ്ധിക്കാം എന്ന് ഒരു ഇൻ്റർനാഷണൽ റേറ്റിംഗ് ഏജൻസി ആയിട്ടുള്ള JP മോർഗൻ ഒരു റിപ്പോർട്ടിൽ പറയുകയുണ്ടായി. ഇത് സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസാണ്. കാരണം നമ്മൾ ഇപ്പോൾ കണ്ടതാണ് ഏകദേശം 47,000 കോടി രൂപ റിലയൻസ് പല വിധത്തിലുള്ള ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും അക്വയർ ചെയ്ത് വിവിധ രീതിയിലുള്ള സ്റ്റേക്ക് സെയിൽസ് മൂലം അക്വയർ ചെയ്ത് റിലയൻസ് റീറ്റെയിൽ വെഞ്ചർ ലിമിറ്റഡ് എന്ന കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് മൂലം റിലയൻസ് റീറ്റെയിൽ വെഞ്ചർ ലിമിറ്റഡിൻ്റെ മാർക്കറ്റ് വാല്യൂ ഏകദേശം 5 ട്രില്യൺ രൂപയാണ്. കൂടാതെ റിലയൻസ് റീറ്റെയിൽ ലിമിറ്റഡിൻ്റെ റവന്യൂ നോക്കുകയാണെങ്കിൽ 22 ബില്യനാണ് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ, അതായത് 2020 ഫിനാൻഷ്യൽ ഇയറിൽ ഉള്ളത്. കൂടാതെ സൈസ് വെച്ച് നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ബ്രാൻഡ് വെച്ച് നോക്കുകയാണെങ്കിലും റവന്യൂ വെച്ച് നോക്കുകയാണെങ്കിലും ഇന്ത്യൻ റീറ്റെയിൽ സെക്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു കമ്പനിയാണ് റിലയൻസ് റീറ്റെയിൽ. ഇനി റിലയൻസ് റീറ്റെയിലിനെ സംബന്ധിച്ചുള്ള മറ്റൊരു ന്യൂസ് നോക്കുകയാണെങ്കിൽ അതല്ലെങ്കിൽ ഇതോടനുബന്ധിച്ചുള്ള ഒരു ന്യൂസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 11,931 സ്റ്റോറുകളിലായി ഏകദേശം 7,000 സിറ്റികളിൽ റിലയൻസ് റീറ്റെയിലിന് പ്രസൻസ് ഉണ്ട്. അതുകൂടാതെ റീറ്റെയിൽ സെക്ടറിൻ്റെ ഗ്രോത്തിനെ കുറിച്ച് അല്ലെങ്കിൽ റീറ്റെയിൽ സെക്ടറിൻ്റെ ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഏകദേശം റീറ്റെയിൽ സെക്ടറിൽ ഉള്ള ആകെ വിറ്റുവരവ് ഏകദേശം $400 ബില്യൺ വിറ്റുവരവുള്ള സെഗ്മെൻറ്റാണ് റീറ്റെയിൽ സെക്ടർ. ഈ റീറ്റെയിൽ ഗ്രോസറി സെഗ്മെൻറ്റിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലുള്ള ബിസിനസ് അല്ലെങ്കിൽ ഡിജിറ്റൽ കല്ലായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ബിസിനസ് വളരെ കുറച്ചേ ഉള്ളൂ. അതായത് 0.4% മാത്രമേ ഓൺലൈൻ സെക്ടറിന് റീറ്റെയിൽ സെഗ്മെൻറ്റിനെ എക്സ്പ്ലോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതായത് ഈ സെക്ടറിൽ വളരെ വലിയ ഗ്രോത്താണ് റിലയൻസ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഈ സെക്ടർ വളരെ പ്രോമിസിങ് കാറ്റഗറി ആയിട്ടാണ് മാറിയത്. ഈ പ്രോമിസിങ് കാറ്റഗറി ഇതിനെ സാധൂകരിക്കുന്ന പല ആക്ടിവിറ്റീസും നമ്മൾ മാർക്കറ്റിൽ കണ്ടതാണ്. അതായത് റീസെൻ്റ്ലി നോക്കുകയാണെങ്കിൽ ബിഗ് ബാസ്ക്കറ്റ് എന്ന് പറയുന്ന കമ്പനിയെ ടാറ്റ അക്വയർ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ന്യൂസുകൾ പുറത്തു വന്നിരുന്നു. ബിഗ് ബാസ്ക്കറ്റിൻ്റെ ഏകദേശം മേജർ കൺട്രോളിംഗ് സ്റ്റേക്കുകളെല്ലാം ടാറ്റ അക്വയർ അതിനെക്കുറിച്ചുള്ള ചർച്ചയുടെ ലാസ്റ്റ് ലെവലിലെത്തിയിരുന്നു. കൂടാതെ ഈ സെക്ടറിലെ പ്രൊമിനൻ്റ് കമ്പനിയായിട്ടുള്ള ആമസോൺ അതിൻ്റെ എക്സിസ്റ്റൻസ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി റിലയൻസ് ഫ്യൂച്ചർ ഡീലിനെതിരെ സിംഗപ്പൂരിലുള്ള ഇൻ്റർനാഷണൽ ആർബിട്രറി കോർട്ടിനെ സമീപിച്ചിരുന്നു. അതുകൂടാതെ തന്നെ വാൾമാർട്ട് ഫ്ലിപ്കാർട്ടിനെ അക്വയർ ചെയ്തിരുന്നു. ഇതെല്ലാം ഈ റീറ്റെയിൽ സെഗ്മെൻറ്റ് അതായത് ഓൺലൈൻ റീറ്റെയിൽ സെഗ്മെൻറ്റിൽ ഇത്രത്തോളം ഓപ്പർച്യൂണിറ്റി ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഇനി ഈ സെക്ടറിലെ മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനിയായ ഡിമാർട്ടിനെ വെച്ച് നോക്കുകയാണെങ്കിൽ എബിറ്റ നോക്കുകയാണെങ്കിൽ റിലയൻസ് റീറ്റെയിലിൻ്റെ എബിറ്റ ഡിമാർട്ടിനേക്കാൾ വളരെ കുറവാണ്. അതിൽ എബിറ്റയെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അതായത് ഈ രണ്ട് കമ്പനികളുടെയും ബിസിനസ്സിൻ്റെ പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്തെന്ന് ചോദിച്ചാൽ റിലയൻസ് അതിൻ്റെ റീറ്റെയിൽ സ്റ്റോറുകളെല്ലാം ലീസിനെടുത്താണ് ചെയ്യുന്നത്. പക്ഷേ ഡിമാർട്ട് അതിൻ്റെ റീറ്റെയിൽ സ്റ്റോറുകളെല്ലാം അവരുടെ ഓൺ സ്റ്റോറുകളാണ്. അതിൽ നിന്നുള്ള സൈഡ് റവന്യൂവും കൂടി ഡിമാർട്ടിനുണ്ട്. അത് ഡിമാർട്ടിനെ സംബന്ധിച്ചുള്ള ഒരു പോസിറ്റീവ് ഘടകമാണ്. ഇനി മറ്റൊരു പ്രത്യേകത റിലയൻസിൻ്റെ
റീറ്റെയിൽ അക്വിസിഷനെ സംബന്ധിച്ചുള്ളതാണ്. അതായത് റിലയൻസ് ഫ്യൂച്ചർ ഗ്രൂപ്പിനെ അക്വിസിഷൻ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഏകദേശം 24,000 കോടി രൂപയുടെ അക്വിസിഷനാണ് നടന്നത്. അതിനെതിരെ സിംഗപ്പൂർ ആർബിട്രേഷൻ കോർട്ടിൽ ആമസോൺ ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു. ആർബിട്രേഷൻ കോർട്ട് താൽക്കാലികമായി ഈ ഡീലിനെ ഹോൾട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ട് റിലയൻസിൻ്റെ ഈ ഡീൽ, അതായത് ഫ്യൂച്ചർ ഗ്രൂപ്പുമായിട്ടുള്ള ഡീലിൽ മറ്റൊരു ഫർദർ പ്രോഗ്രസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നീട് ഇന്ത്യൻ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ CCI, അതായത് കോമ്പറ്റീഷൻ കൺട്രോളർ ഓഫ് ഇന്ത്യ, ഈ ഡീലിനെ അപ്രൂവ് ചെയ്തു എന്നുള്ളത് ഒരു പോസിറ്റീവ് ഫാക്റ്റാണ്. ഈ ഡീല് ഇപ്പോൾ ഹൈക്കോടതി, അതായത് ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളതാണ്. CCIയുടെ തീരുമാനം ചിലപ്പോൾ കോടതിയെയും സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു തീരുമാനവുമാവാം. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ നിന്നും നമ്മൾക്കൊരു ന്യൂസ് പ്രതീക്ഷിക്കാം. കാരണം അതിൽ നിന്നും ഒരുപാട് പോസിറ്റീവ് ന്യൂസ് നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയുകയില്ല. കാരണം സിംഗപ്പൂർ ആർബിട്രേഷൻ കോർട്ട് ആമസോണിന് ഫേവറായിട്ടുള്ള ഒരു ഡിസിഷനും CCI ഈ റിലയൻസിന് ഫേവറായിട്ടുള്ള ഒരു ഡിസിഷനുമാണ് നൽകിയത്. അതുകൊണ്ട് പിന്നെ കൂടാതെ സെബിയുടെ ലേറ്റസ്റ്റ് ഒപ്പീനിയൻ അനുസരിച്ച് സെബി ഈ കേസിൽ അത്ര ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ ആക്റ്റീവായിട്ടുള്ള ഒരു സജഷൻ പറയുകയില്ല എന്നൊരു സ്റ്റാൻഡ് കൂടി എടുത്തിരുന്നു. അതും റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരല്പം നെഗറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇതിലേതെങ്കിലും ഒരു ന്യൂസ് റിലയൻസിന് പോസിറ്റീവ് ആവുകയാണെങ്കിൽ നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ നല്ല ഒരു ഗ്രോത്ത് പ്രതീക്ഷിക്കാം. ഇനി ആമസോണിനെ അക്വയർ ചെയ്യുകയാണെങ്കിൽ റിലയൻസിൻ്റെ റവന്യൂവിൽ ഏകദേശം 17% വർധനവാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് JP മോർഗൻ്റെ കണക്കിൽ, അല്ലെങ്കിൽ JP മോർഗൻ പുറത്തുവിട്ട കണക്കിൽ പറയുന്നത്. അതിനുശേഷം റിലയൻസിനെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂസ്, അല്ലെങ്കിൽ ഒരു മൂന്നാമത്തെ ന്യൂസ് എന്ന് പറയുന്നത്, റിലയൻസ് അതിൻ്റെ ഡെപ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി ഏകദേശം $1.4 ബില്യൺ ഫോറിൻ ലോൺസ്, അതായത് റിലയൻസിൻ്റെ ഫോറിൻ ലോൺസ് ഫിനിഷ് ചെയ്യുന്നതിന് വേണ്ടി $1.4 ബില്യൺ സമാഹരിച്ചു. ഇത് റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസാണ്. അതായത് റിലയൻസ് ഇൻഡസ്ട്രീസ് അതിൻ്റെ ഫോറിൻ വിങ്ങിൻ്റെ ഡെപ്റ്റ് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്രയും പൈസ സമാഹരിച്ചത്. അതുകൂടാതെ തന്നെ സിന്തറ്റിക് റബ്ബർ ബിസിനസ്സിൽ റിലയൻസ് ചുവടുവയ്ക്കാൻ പോകുന്നു. അതിനുവേണ്ടി സൈബർ എന്ന് പറയുന്ന റഷ്യൻ കമ്പനിയുമായി റിലയൻസ് ഒരു ജോയിൻറ്റ് വെഞ്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്. കൂടാതെ ഈ 1.4 ബില്യണിൽ നിന്നും കുറച്ച് പൈസ അതിൻ്റെ റീറ്റെയിൽ വെഞ്ചറിലേക്കും അതുപോലെ തന്നെ ടെലികോം സെക്ടറിലേക്കും ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ളൊരു ന്യൂസ് കൂടി വന്നിട്ടുണ്ട്. ഇതും സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. അതിനുശേഷം റിലയൻസിൻ്റെ സ്റ്റോക്കിൽ വളരെ കൂടുതൽ മൂവ്മെൻറ്റ് ഉണ്ടാക്കിയ ഒരു ന്യൂസാണ്, റിലയൻസ് അതിൻ്റെ 5G റവല്യൂഷനിലേക്ക്, അല്ലെങ്കിൽ 5G ടെക്നോളജി 2021 ജൂൺ മാസത്തോടുകൂടി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളത്. ഇത് റിലയൻസിൻ്റെ സ്റ്റോക്കിൽ ഏകദേശം 2% ഹൈക്കാണ് ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ ഉണ്ടാക്കിയത്. അതോടൊപ്പം തന്നെ ഈ 5G സെക്ടറിൽ വേണ്ടി റിലയൻസ് ഇൻഡിജീനിയസ്ലി ഡെവലപ്ഡ്, അതായത് നമ്മളുടെ ഇന്ത്യയിൽ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഹാർഡ്വെയറും നെറ്റ്വർക്ക് ടെക്നോളജിയും യൂസ് ചെയ്യും. അതുവഴി ഇതിനെ ഒരു ആത്മനിർഭർ, അല്ലെങ്കിൽ സെൽഫ് റിലയൻറ്റ് ഇന്ത്യ എന്ന പ്രോജക്റ്റിൻ്റെ ഭാഗമാക്കുന്നതിനും റിലയൻസ് ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൂടാതെ റിലയൻസിൻ്റെ ജിയോ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ബിഗ് ഡാറ്റ, മെഷീൻ ലേണിംഗ്, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, ബ്ലോക്ക് ചെയിൻ എന്നീ സെക്ടറിലേക്ക് കൂടി ഫോക്കസ് ചെയ്യും എന്നാണ് റിലയൻസിൻ്റെ ചെയർമാനായ മുകേഷ് അംബാനി ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് അഥവാ IMCയിൽ പറഞ്ഞത്. ഇതും റിലയൻസിൻ്റെ ഫ്യൂച്ചർ പ്ലാനുകളെക്കുറിച്ചും, അല്ലെങ്കിൽ ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. മുകേഷ് അംബാനിയുടെ ഒപ്പീനിയനിൽ 5Gയുടെ ഇന്ത്യയിലെ സ്റ്റാർട്ടിങ്, അല്ലെങ്കിൽ ലോകത്തിൻ്റെ 4th ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് തന്നെ. അതായത് ഓവറോൾ നോക്കുകയാണെങ്കിൽ റിലയൻസിൻ്റെ ഈ ആഴ്ചയിൽ വന്ന എല്ലാവിധ പോസിറ്റീവ് ന്യൂസുകളും നമ്മൾ ഇതുവഴി കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് റിലയൻസിലെ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് സംസാരിക്കാം. സെപ്റ്റംബറിൽ 2350 രൂപ വാല്യുവേഷനുള്ള സ്റ്റോക്കിൽ ഇപ്പോഴും 2350 രൂപ, അല്ലെങ്കിൽ ആ ലെവലിനെ ബ്രേക്കൗട്ട് ചെയ്യാനുള്ള കാലിബർ ഉള്ള സ്റ്റോക്കാണ് റിലയൻസ് എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. കാരണം റിലയൻസിൻ്റെ ബിസിനസ് അത്രയേറെ ഏരിയകളിൽ ഡൈവേഴ്സിഫൈഡ് ആണ്. ഈ സ്റ്റോക്കിൽ എന്തെങ്കിലും ഒരു മേജറായിട്ടുള്ള ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ മേജറായിട്ടുള്ള ഒരു പോസിറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ അതിൻ്റെ റിഫ്ലക്ഷൻ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു സ്റ്റോക്കാണ് റിലയൻസ്. അതായത് 2350 രൂപ റേഞ്ച്, അല്ലെങ്കിൽ 2300 രൂപ റേഞ്ചിനെ നമ്മൾക്ക് എയിം ചെയ്യാവുന്ന ടാർഗറ്റായിട്ട് തന്നെ സെറ്റ് ചെയ്യാം. ഇനി ആ ലെവലിലേക്ക് എത്തുന്നതിന് മുൻപുള്ള പ്രധാനപ്പെട്ട റെസിസ്റ്റൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് 2350 രൂപ റേഞ്ച് സെപ്റ്റംബർ മാസത്തിലായിരുന്നു നമ്മൾക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം
നവംബർ ആദ്യത്തെ ആഴ്ചയിൽ ഈ സ്റ്റോക്കിൽ നല്ലൊരു കറക്ഷൻ എത്തി. ഇത് ഏകദേശം 1850 രൂപ റേഞ്ചിൽ വന്നു. അവിടെ നിന്നും സ്റ്റോക്ക് ഒരു പ്രാവശ്യം ഹൈക്ക് ആയപ്പോൾ അതിൻ്റെ ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് വന്നത് 2100 രൂപ റേഞ്ച് ആയിരുന്നു. സൗദി അരാംകോയുമായിട്ടുള്ള ഡീലിനെ സംബന്ധിച്ചുള്ള ന്യൂസ് വന്നപ്പോഴായിരുന്നു ഈ സ്റ്റോക്കിൽ രണ്ടാമത് മൊമെൻറ്റം ഉണ്ടായത്. അതായത് സ്റ്റോക്കിൻ്റെ 50-day എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് എന്ന് പറയുന്ന റേഞ്ച് സ്റ്റോക്കിൻ്റെ ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്തു. അവിടെ നിന്നും കൂൾ ഡൗൺ ആയി വീണ്ടും സ്റ്റോക്ക് 1800 എന്ന റേഞ്ചിന് പകരം 1900 എന്ന് പറയുന്ന റേഞ്ചിൽ നിന്നാണ് സപ്പോർട്ട് എടുത്തത്. അതായത് ലോവർ എൻഡിൽ സ്റ്റോക്ക് ഹയർ ഫോർമേഷൻസിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ സപ്പോർട്ടിൽ സ്ട്രെങ്ത് വരുന്നു. ഇത് സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസാണ്. ഇതാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിച്ചത്. അതായത് 1800 രൂപ റേഞ്ചിൽ നിന്നും 1900 രൂപ റേഞ്ചിൽ ഈ സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തു. അപ്പോൾ ഇതൊരു പോസിറ്റീവ് ഇൻഡിക്കേഷനാണ്. ഈ റേഞ്ചിലെത്തിയപ്പോഴും സ്റ്റോക്ക് ഏകദേശം 2100 രൂപ റേഞ്ചിലായിരുന്നു സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസ് വന്നത്. അതിനുശേഷം സ്റ്റോക്ക് വീണ്ടും ഇതേ റേഞ്ചിൽ തന്നെ, അതായത് 1950 രൂപ റേഞ്ചിലാണ് മൂന്നാമത്തെ സപ്പോർട്ട് എടുത്തത്. 1960 രൂപ, അതായത് 20-day എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ച്, ആ റേഞ്ചിൽ നിന്നും സ്റ്റോക്ക് ഇപ്പോൾ അതിൻ്റെ 100-day എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ അതിൻ്റെ 50-day എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിനെയുമാണ് ക്ലോസ് ചെയ്തത്. അതായത് ഇന്നലത്തെ ട്രേഡിംഗ് സെഷൻ നോക്കുകയാണെങ്കിൽ ഏകദേശം 1992 രൂപ റേഞ്ചിലായിരുന്നു ക്ലോസ് ചെയ്തത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ നോക്കുകയാണെങ്കിൽ 2026, ഈ രണ്ട് റേഞ്ചിലാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തത്. അതായത് ഈ സ്റ്റോക്കിൻ്റെ ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾക്ക് സെറ്റ് ചെയ്യാവുന്നത് 2100 രൂപ റേഞ്ച് തന്നെയാണ്. 2100 രൂപ റേഞ്ച് ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഈ സ്റ്റോക്കിൽ നമ്മൾക്ക് സെറ്റ് ചെയ്യാവുന്ന മേജർ ടാർഗറ്റ് 2300 രൂപയും അതിന് മുകളിലേക്കുള്ള ബ്രേക്കൗട്ട് ലെവലുമാണ്. ഇനി സ്റ്റോക്കിൻ്റെ സപ്പോർട്ടിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ പ്രധാനമായും രണ്ട് സപ്പോർട്ടുകളാണ് ഈ സ്റ്റോക്കിലുള്ളത്. ഒന്ന്, ഈ സ്റ്റോക്കിൻ്റെ 20-day എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചായ 1950 രൂപ റേഞ്ച്, ഇത് ഈ സ്റ്റോക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ടാണ്. അതിനുശേഷം വരുന്നത് പിന്നീട് പ്രീവിയസ് ലോ ആയ ഏകദേശം 1835 അല്ലെങ്കിൽ 1840 എന്ന് പറയുന്ന റേഞ്ച്. ഇനി ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് വളരെ മുൻപേ തന്നെ ഡിസ്കസ് ചെയ്തതാണ്. അതായത് 2000 രൂപയ്ക്ക് താഴെ ഈ സ്റ്റോക്ക് വന്നാൽ, 1800-2000 രൂപയിൽ വന്നാൽ ഉറപ്പായിട്ടും ബൈ ചെയ്യുക. പക്ഷേ ബൈ ചെയ്തിട്ട് നമ്മൾക്ക് എപ്പം ഈ സ്റ്റോക്കിൽ മൊമെൻറ്റം വരുമെന്ന് പറയാൻ കഴിയുകയില്ല. ഇനി മൊമെൻറ്റം ബേസ്ഡ് അല്ലെങ്കിൽ ഒരു സ്വിംഗ് ഓപ്പർച്യൂണിറ്റിയാണ് നോക്കുന്നതെങ്കിൽ സ്റ്റോക്ക് അതിൻ്റെ 2100 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ബ്രേക്കൗട്ട് ചെയ്യുമ്പോൾ സ്റ്റോക്കിൽ എൻട്രി ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഏകദേശം 2300 അല്ലെങ്കിൽ 2280 എന്ന ടാർഗറ്റ് വരെ എയിം ചെയ്യാവുന്ന ഒരു സ്വിംഗ് ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട്. ഇതെല്ലാം നിഫ്റ്റി ഓൾ ടൈം ഹൈയിലാണ്. കാരണം നിഫ്റ്റിയുടെ തന്നെ സ്ട്രെങ്ത്, അതായത് നിഫ്റ്റിയുടെ തന്നെ ഗതി മാറ്റിമറിക്കാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു സ്റ്റോക്കാണ് റിലയൻസ്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യുവാൻ.